നിങ്ങളുടെ മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം കേട് ആയാൽ എങ്ങനെ ഫ്രീയായി നന്നാക്കാൻ സാധിക്കുമെന്ന് നോക്കാം. എല്ലാവർക്കും JP നെറ്റ്വർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈലിന്റെ വാറന്റി കഴിഞ്ഞു. അതിനുശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ മൊബൈൽ കേടായി. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഫ്രീയായി റിപ്പയർ തരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? കമ്പനി പറയും ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് പോറലുകൾ ഉണ്ട്. നിങ്ങൾ മൊബൈൽ മേടിക്കുന്നത് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കാനല്ലല്ലോ, അതിനാൽ പോറലുകൾ വരാം. ആ കാരണം പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ കമ്പനിക്ക് കഴിയില്ല. പക്ഷേ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നല്ല പരിക്കുണ്ടെങ്കിൽ കമ്പനിക്ക് നിങ്ങളെ കൈവിടാം. പക്ഷേ ചിലപ്പോൾ ഒരു കുഴപ്പവുമില്ലെങ്കിലും കമ്പനി പൈസ ചോദിക്കും. അത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുന്ന കുഴപ്പങ്ങൾ പാവം നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കുന്നതല്ലല്ലോ. അപ്പോൾ കമ്പനി ഫ്രീ ആയിട്ട് നന്നാക്കി തരണം. അങ്ങനെ തന്നില്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പരാതി കൊടുത്താൽ കമ്പനി മുട്ടുമടക്കും. എങ്ങനെ പരാതി കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് എല്ലാരും അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നമ്മുടെ സ്വന്തം ഗൂഗിളിൽ പോവുക. എന്നിട്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് സെർച്ച് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് വരാം. അതിനാൽ മുഴുവനായി കാണാൻ നോക്കുക. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ ആദ്യമായി നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ എളുപ്പമാണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പിന്നീട് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ നമ്മൾ എത്തും. ഇവിടെ നമ്മൾ കൺസ്യൂമർ ഗ്രീവൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ താഴെ ഒരുപാട് കാര്യങ്ങൾ കാണും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് ചെയ്യാം. ഇവിടെ നമുക്ക് സർവീസ് ആണ് വേണ്ടത്, അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാം. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അതിനാൽ സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ സ്ഥലം ഇതിൽ കണ്ടില്ലെങ്കിൽ അടുത്തുള്ള ടൗൺ സെലക്ട് ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് പല കാര്യങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. ചിലത് നമുക്ക് അറിയില്ലായിരിക്കും. അവിടെ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ പരാതി രജിസ്റ്റർ ആവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. നമുക്കറിയാവുന്നത് നമ്മൾ പറഞ്ഞു തരും. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ കമ്പനി ഏതാണ് അത് കൊടുക്കാം. ഇവിടെ ഒരുപാട് കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എന്താണെന്ന് നോക്കി കൊടുക്കുക. ഫോൺ കേടായിട്ട് നന്നാക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നീട് നിങ്ങളുടെ ഫോണിന്റെ മോഡൽ നമ്പർ, വാങ്ങിയ ദിവസം, വാറന്റി ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നെ എത്ര രൂപയ്ക്ക് വാങ്ങി, ഫോണിന്റെ IMI നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ജോബ് ഷീറ്റ് കിട്ടും. അതിനുള്ള കാര്യങ്ങളാണ് ഇനി കൊടുക്കേണ്ടത്. ജോബ് ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കണം. ചിലപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരിക്കും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് കൊടുക്കുക. അല്ലെങ്കിൽ അവസാനം കംപ്ലീറ്റ് ആവില്ല. നിങ്ങളുടെ ഫോണിന്റെ കമ്പനിയുടെ അഡ്രസ്സും സർവീസ് സെന്ററിന്റെ അഡ്രസ്സും ഒക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സർവീസ് സെന്ററിൽ നിന്ന് കിട്ടുന്ന ജോബ് ഷീറ്റിൽ കാണാൻ സാധിക്കും. അവസാനം നമുക്ക് പരാതി കൊടുക്കാനുള്ള സ്ഥലത്തെത്തും. അവിടെ കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങൾക്ക് എഴുതാം. ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണം. അതിനൊരു വഴിയുണ്ട്. ഈ കാണുന്ന പോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാൽ മതി. പരാതി എഴുതി കഴിയുമ്പോൾ ഡോക്യുമെന്റ് കൊടുക്കാൻ കാണിക്കും. ഇപ്പോൾ അത് കൊടുക്കാണ്ട് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റ് കൊടുക്കുന്നതാണ് നല്ലത്. അത് ഇങ്ങനെ കൊടുക്കാം. ഈ കാണുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചാൽ ആ കാര്യം പറയാൻ മറക്കരുത്.